ദേവി, ചായയായിട്ട് ചെല്ലുമ്പോ എന്നോട് വലിയ ഇറങ്ങി പോവാൻ പറയൂ. നീ തന്നെ സഹായിക്കണേ. രാവിലെ ചെറുതൊന്ന് ഒഴിച്ചെടുക്കട്ടെ, ഫ്രഷ് ആയിട്ട് തുടങ്ങാം. ഇന്നലെ ഞാൻ ഭയങ്കര ബോറായിരുന്നല്ലേ. അമ്മയുടെ മുന്നിൽ വന്ന് പെടുമെന്ന് കരുതിയതുമില്ല. ഏയ്, വെറും ബോറാണെന്നൊന്നും പറയാൻ പാടില്ല, ഭയങ്കര ബോറായിരുന്നു. പക്ഷേ രാവിലെ അമ്മ പ്ലേറ്റ് എടുത്ത് തലയിരിച്ചു വെച്ചു കളഞ്ഞു. ഉഗ്രൻ എസ്കേപ്പ് ആയി പോയി. തൽക്കാലം ഈ ഡിസ്കഷൻ നമുക്ക് നിർത്താം. ബ്രോ ഒന്ന് ഫ്രഷ് ആവാൻ നോക്ക്. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, ബൈ. വലിയുഞ്ഞേ, ചായ. ചായ ഇതുവരെ വന്നില്ലല്ലോ എന്ന് കാത്തിരിക്കായിരുന്നു. താങ്ക്സ്. ഒരു മിനിറ്റ്. ഒരു ചെറിയ ഉപകാരം ചെയ്യണമായിരുന്നു. സമയം കാണുമോ ഒന്ന് സഹായിക്കാൻ? എൻ്റെ ബ്രദർ ഇന്നലെ മുതൽ ഒരു കുടികാര കക്ഷിയായെന്നാ തോന്നുന്നതേ. സമയബന്ധിതമായ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് അയാളൊന്ന് രക്ഷിച്ചെടുക്കണമല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ഓ സോറി, മുഖം കണ്ടിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വിശദീകരിക്കാം. താങ്കൾ ഈ ലോകത്തെ കുടിയന്മാരെല്ലാം നന്നാക്കി ജീവിതം കൊടുക്കാൻ നിൽക്കുന്ന ആളല്ലേ. താങ്കൾ കാരണമാണ് എൻ്റെ ബ്രോ ഇപ്പൊ കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നതേ. അദ്ദേഹത്തിനൊരു ജീവിതം ആര് കൊടുക്കും? താങ്കൾ വേണം അതിന് ഉത്തരം പറയാൻ. ആഹാ, രാവിലെ ലാപ്ടോപ്പും തുറന്നു പിടിച്ച് ഫയൽ നോട്ടും തുടങ്ങിയല്ലേ. ഇതിനൊന്നും 2 മിനിറ്റ് ഒന്ന് വെറുതെ ഇരുന്നൂടെ? ചുമ്മാതല്ല തൃച്ചംബരത്ത് ഇങ്ങനെ കാശ് കുന്നുപോലെ കൂടുന്നത്. അതിലൊരു പങ്ക് നമ്മുടെ പിള്ളേർക്കും കൂടെ കിട്ടുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ ഒരാശ്വാസം. ഇവളോട് രാവിലെ ഷോപ്പിങ്ങിന് പോകാൻ അനുവാദം വാങ്ങി നിൽക്കാൻ പറഞ്ഞതല്ലേ. ഇവളെന്താ അവളോട് ശൃംഗരിച്ച് നിൽക്കുന്നത്? ഡേ, ഇവിടെ വന്നേ. വരാൻ. നീ അഖിലേച്ചിയോട് ഷോപ്പിങ്ങിന് പോകുന്ന കാര്യത്തിന് അനുവാദം ചോദിച്ചോ? ഓ അത് ശരി. അപ്പൊ പറഞ്ഞത് ചെയ്യാതെ നീ ഇവിടെ നിന്ന് മറ്റവളുമായിട്ട് കളിച്ചു ചിരിച്ച് നിൽക്കുകയാണല്ലേ. സമയമായി വരുന്നു. നീ പോയി ഷോപ്പിങ്ങിന് പോകട്ടെ എന്ന് പെർമിഷൻ വാങ്ങിക്കുന്നോ അതോ ഞാൻ പോയി അമ്പലത്തിൽ കണ്ട കാര്യമൊക്കെ ചേച്ചിയോട് വിശദമായി പറയണം? ഏതായാലും ഇപ്പൊ തീരുമാനിച്ചു. വേണ്ട വേണ്ട മാഡം, ഞാൻ ചെന്ന് അനുവാദം ചോദിക്കാം. ആ എന്നാ ചെല്ല്, പെട്ടെന്നാവട്ടെ. ചോദിക്ക്. മാഡം. എന്തു പറ്റി കല്യാണി?
അത് മാഡം ഷോപ്പിങ്ങിന് പോവാൻ. ഷോപ്പിങ്ങോ? എന്ത് ഷോപ്പിംഗ്? ചോദിക്കാൻ. മാഡം അത് എന്നോട് ഷോപ്പിങ്ങിന് വരാമോന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? അത് പിന്നെ ഞാനാ ചോദിച്ചത് ആന്റിജി. കല്യാണം അടുത്തില്ലേ, കല്യാണിക്ക് കുറച്ച് ഡ്രസ്സും സ്വർണ്ണമൊക്കെ വാങ്ങണമായിരുന്നു. അതാ ഞാൻ കൂടെ വരുന്നെന്ന് ചോദിച്ചത്. ആന്റി പെർമിഷൻ തരികയാണെങ്കിൽ. അതിനൊന്നും കുഴപ്പമില്ല, സൂക്ഷിച്ച് പോയിട്ട് വരണം, അത്രേ ഉള്ളൂ. താങ്ക് യു ആന്റിജി, താങ്ക് യു വെരി മച്ച്. കല്യാണി, മാഡം. കിച്ചണിലെ ജോലികളൊക്കെ സുജാത നോക്കിക്കോളും, നീ പോയിട്ടോ. ശരി മാഡം. രണ്ടുപേരും ഒന്ന് നിന്നേ. ഉം. അത് ചേച്ചി, കല്യാണത്തിന് മുമ്പ് അവരെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലല്ലോ. ഞാൻ കൂടെ പോയിരുന്നെങ്കിൽ അത് അവർക്കൊരു സഹായമായേനെ. ഉം. ചേച്ചി സമ്മതിക്കുകയാണെങ്കിൽ. ശരി ശരി, നീയും കൂടെ പോയിട്ടോ, കഴിഞ്ഞില്ലേ കാര്യങ്ങൾ? താങ്ക് യു ചേച്ചി. ചന്ദ്ര, നീ ഇറങ്ങ്. കല്യാണി. ഓക്കെ ആന്റി. ഡ്രൈവർമാരൊന്നും കാണുന്നില്ലല്ലോ. ആ ആന്റി ഇവിടെ നിൽക്കേ, ഞാൻ പോയി ഡ്രൈവറെ വിളിക്കട്ടെ. ഇവനൊക്കെ എവിടെ പോയി കിടക്കുന്നു? ആ അത് കൊള്ളാം, ഇവിടെ മൊബൈൽ കളിയാണല്ലേ. ഇതിനായിരിക്കും ഇവിടുന്ന് ശമ്പളം തരുന്നത്. എനിക്ക് ശമ്പളം തരുന്ന താനല്ലല്ലോ, ഇവിടുത്തെ സാർ മാഡം അല്ലേ. താൻ വന്ന കാര്യം പറ. കാര്യം കാർ റെഡിയല്ലേ? റെഡിയാണ്. എന്നാ സാറൊന്ന് കയറി എടുത്താട്ടെ. ദേ ആന്റിജി അവിടെ വെയിറ്റിംഗാ. യുവമാർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല, വെറുതെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക. കേറ്. ആന്റി ഒരു മിനിറ്റ്. എന്താടാ? ആന്റി ഫ്രണ്ടിൽ കയറി. ഓ സോറി, ഞാനിതങ്ങ് മറന്നു. നീ കല്യാണിയോടൊപ്പം പുറകിലിരുന്നോ. ഡ്രൈവർ വണ്ടി എടുക്ക്, വലിയ സ്പീഡൊന്നും വേണ്ട കേട്ടല്ലോ. ശരി സാർ. ആ എന്താടാ, നീ എന്തിനാ വണ്ടി നിർത്തിച്ചേ? അച്ഛൻ വീട്ടിൽ ബോധം കെട്ട് വീണു. ചേച്ചി ഒന്ന് ഓടിവാ, എനിക്ക് പേടിയാവുന്നു. വേഗം വാ ചേച്ചി. നശിപ്പിച്ചു. വാ നമുക്ക് പോയി നോക്കാം. കാർ അങ്ങോട്ട് ഒതുക്കിട്ടേക്ക് പോരാ. എടാ, എന്തു പറ്റിയച്ചാ? എന്താ സംഭവിച്ചേ? ഒന്നുമില്ല മോളെ,
പെട്ടെന്ന് തലചുറ്റൽ വന്ന് അയ്യോ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ആ മാഡം ഇരിക്കേ. ആ, ഉം. ആ എണീക്ക് ഞങ്ങളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ എണീക്ക്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിപ്പോ അങ്ങ് മാറിക്കോളൂ. അല്ല ദാസേട്ടാ, ഹോസ്പിറ്റലിൽ പോയാൽ അറിയാലോ അസുഖം എന്താണെന്ന്. ഈ അല്ലെങ്കിൽ അഖിലേച്ചിയോട് പറഞ്ഞ് നമുക്ക് ഡോക്ടറെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അഖില മാഡത്തിനൊന്നും അറിയിക്കണ്ട, അതിനും വേണ്ടിയുള്ള കാര്യമൊന്നുമില്ല മാഡം. ഇതിപ്പോ അങ്ങ് മാറും. ഇന്നലെ പ്രഷറിന്റെ ഗുളിക തീർന്നിരുന്നു, തിരക്കിനിടയിൽ വാങ്ങാനും മറന്നു. അതാവാനാ വഴി. കുറച്ച് ഷുഗറുണ്ടേ. മോളെ, ആ അലമാരക്കകത്തിരിക്കുന്ന മരുന്നിന്റെ കുറിപ്പടിയും പൈസ എടുത്ത് അനിയൻകുട്ടിനെ കൊടുക്ക. അവനത് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരും. അവിടുത്തെ ആൾക്കറിയാം എനിക്കെന്താ അസുഖം. ശരി അച്ഛാ, വാ. പെട്ടെന്ന് പോയി വാങ്ങിട്ടോ. അനിയൻകുട്ടാ ഇങ്ങെടുക്ക്, ഞാൻ പോയി വാങ്ങിട്ട് വരാം. വേണ്ട അനിയൻകുട്ടാ, നീ തന്നെ പോയി മേടിച്ചിട്ട് വന്നാ മതി. വാങ്ങാനുള്ളത് ആ രണ്ടാമത് എഴുതിയിരിക്കുന്ന മരുന്നാ. ശരി അച്ഛാ. ആ ഹലോ കുറുപ്പേ. മാഡം, സബ് രജിസ്ട്രാർ എത്തിയിട്ടുണ്ട്. ഞാനെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുക. ആ, ഓ, ആധാറും ID കാർഡും എടുക്കാൻ മറക്കരുത്. അതൊക്കെ റെഡിയാ. പക്ഷേ ഞങ്ങൾ അവിടെ എത്താൻ ഒരല്പം താമസിക്കും. കുറുപ്പൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അതിനെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഓ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആ, ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് എത്തണം. സബ് രജിസ്ട്രാർക്ക് എവിടെയോ യൂണിയൻ മീറ്റിങ്ങിന് പോകാനുള്ള. ഒരുപാട് താമസിച്ചാൽ ഇന്ന് കാര്യം നടക്കില്ല. ഓ ഓ ഓ. അധികം വൈകാതെ എത്തണേ മാഡം. ശരി ശരി, ഉച്ചയ്ക്ക് മുമ്പ് എത്തിക്കോളാം. കുറിപ്പ് വെച്ചോ. ഓ ശരി ശരി, ഓക്കെ. ആ, രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പിയൂൺ കുറുപ്പാ. ആ എനിക്ക് തോന്നി. ഇപ്പൊ എന്താ ഒരു വഴി? കല്യാണി അനങ്ങുന്നില്ലല്ലോ. മോളെ, അച്ഛൻ കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ വേണം. ആ ഇപ്പൊ കൊണ്ടുവരാ അച്ഛാ. കല്യാണി, മാഡം ഒരു മിനിറ്റ്. ദാസേട്ടാ, ഞങ്ങള് കല്യാണിയും കൂട്ടി അത്യാവശ്യമായിട്ട് ഒരു ഷോപ്പിങ്ങിന് പോവാൻ ഇറങ്ങിയതാ. അപ്പോഴാ ദാസേട്ടന് സുഖമില്ലാന്നും പറഞ്ഞ അനിയൻകുട്ടൻ ഓടി വന്നത്. അല്ല, കല്യാണം ഇങ്ങ് അടുത്തില്ലേ. ചന്ദ്രന് കല്യാണിക്ക് വേണ്ടി ഷോപ്പിംഗ് നടത്തണമെന്നൊരാഗ്രഹം അഖിലേച്ചി പറഞ്ഞു വിട്ടതാ. വലിയ സന്തോഷം. മാഡത്തിന്റെ അനന്തരനെ കിട്ടിയത് എന്റെ മോളുടെ ഭാഗ്യ. താങ്ക്സ് അങ്കിളെ. പിന്നെ ആന്റിജി പറഞ്ഞ എന്താണെന്ന് വെച്ചാ ഇപ്പൊ അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കല്യാണം കൊണ്ട് ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോയാലോന്ന് ആലോചിക്കുക. കാർ അവിടെ വെയിറ്റിംഗാ. ഞാനില്ല ഒരു ഷോപ്പിങ്ങിനും. കല്യാണി, അത് ദാസേട്ടന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അനിയൻകുട്ടൻ ഇപ്പൊ ഗുളിക കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് പോയിട്ട് മടങ്ങി വരാം. പറ്റില്ല. അച്ഛൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ദയവായിട്ടാ പോകുന്നതിന് മുമ്പ് കാര്യം അറിയിച്ചത്. അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഗുളിക കഴിച്ചിട്ട് ഞാൻ തന്നെ വണ്ടി എടുക്കാം. അതില് നമുക്ക് ഷോപ്പിങ്ങിന് പോയാൽ പോരെ. എനിക്ക് ഇവിടുത്തെ കുറച്ച് കടകൾ പരിചയമുണ്ടേ. ദാസേട്ടൻ ഈ അവസ്ഥയിൽ കൂടെ വന്ന് ശരിയാവില്ല. അത് പ്രശ്നമാവും. ആ അതെ അതെ, അത് വലിയ പ്രശ്നമാവും. കല്യാണം ഒറ്റയ്ക്ക് വന്നാലേ പറ്റൂ. ഒറ്റയ്ക്കല്ല, ഇരട്ടയ്ക്കായാലും കല്യാണി വരില്ല എന്ന് പറഞ്ഞാ വരില്ല. ഇനിയും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ അഖില മാഡത്തിനോട് പറഞ്ഞോളാം. മാഡം പറയട്ടെ ഒരു തീരുമാനം. അയ്യോ, അതൊട്ടും വേണ്ട.
അതറിഞ്ഞാ പിന്നെ ഷോപ്പിങ്ങിന് പകരം ശ്മശാനത്തിലേക്കായിരിക്കും പോകേണ്ടി വരുന്നത്. ആ, നീ വാടാ, ദാസേട്ടൻ റെസ്റ്റ് എടുക്കട്ടെ. വാ. ഓ, ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കുറുപ്പാ. എന്ത് പറയാനാ? ഫോൺ എടുക്കാതിരിക്കേ ഉള്ളൂ മാർഗം. ആന്റി ഇങ്ങെടുക്ക്, ഞാൻ സംസാരിക്കാം. ആ കുറുപ്പ് ഭായ്, ഇവിടെ ചെറിയൊരു പ്രശ്നം. പെണ്ണിന്റെ അച്ഛൻ പെട്ടെന്ന് അങ്ങ് ചത്തുപോയി. അയ്യോ അത് കഷ്ടമായിപ്പോയല്ലോ. എന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണിനെ കൊണ്ടുവന്ന് ഒപ്പിട്ടിട്ട് അങ്ങ് പോവാം. സബ് രജിസ്ട്രാറുടെ യൂണിറ്റ് മീറ്റിംഗ് മാറ്റി. സാറിപ്പം ഫുൾ ഫ്രീയാ. സോറി, അച്ഛൻ മരിച്ചെടുക്കുമ്പോ മോള് ഫ്രീ അല്ല. ഭായ് ഫോൺ വെച്ചേ. ഇവനെയൊക്കെ ഇതാ ചേച്ചി അച്ഛാ, ഇതാ ഗുളിക. അവർ രണ്ടുപേരും പോയോ? പോയച്ചാ. എന്നാലേ ഈ ഗുളിയൊന്നും ഇപ്പം അച്ഛന് വേണ്ട. മോളത് സൂക്ഷിച്ചു വെക്ക്. അടുത്ത തവണ രജിസ്റ്റർ മാരേജിന് പോകുമ്പോൾ വീണ്ടും അച്ഛന് അസുഖം വരും. അപ്പോൾ ഉപയോഗിക്കാം. നീ ഇന്നലെ പറഞ്ഞില്ലേ വിലാസിന് സംവിധാനം ചെയ്യുന്ന പടത്തിന് ഞാൻ കാണിയായിട്ട് വരാൻ? അതിനി നിനക്ക് തിരുത്താം. ഇത് കാലം മാറിയ കാലമാണ്. ഞങ്ങൾ കാണികൾ തീരുമാനിക്കും ആര് എങ്ങനത്തെ പടം പിടിക്കണോ. നിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ. സമയം കിട്ടുമ്പോൾ നീ തന്നെ ആ സംവിധാനക്കാരിയോട് നേരിട്ട് പറഞ്ഞാൽ മതി. ഇപ്പം എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. ആ സുബണ്ണ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങോട്ടൊന്ന് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അതാണ് സുബ്രു. നീ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും. രാവിലെ ആനന്ദിന് ഒരു ഡോക്യുമെന്റ് കൊടുക്കാൻ വന്നത്. ഓഫീസിൽ പോകുന്ന വഴി ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് പോകുന്ന കരുതി. സുബണ്ണ വന്നേ, ഒരു കാര്യം പറയണ്ട്. ദേ, കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ടു പോണ അവസ്ഥയിലാണല്ലോ. ഒന്ന് ഇരുട്ടി വെളുക്കണ സമയമുള്ളൂ കല്യാണിയുടെ കല്യാണത്തിന്. ആരെ കൊന്നിട്ടാണെങ്കിലും ഈ കല്യാണം മുടക്കിയേ പറ്റൂ നമുക്ക്. അറിയാം. കല്യാണം മുടങ്ങണമെങ്കിൽ കല്യാണ ചെറുക്കനോ കല്യാണ പെണ്ണോ മിസ്സിംഗ് ആവലാണ് ഒരു വഴി. നമുക്ക് നമ്മുടെ കല്യാണം കിഡ്നാപ്പ് ചെയ്താലോ? കല്യാണ മുഹൂർത്തത്തിൽ കല്യാണ മണ്ഡപത്തിൽ താലി കെട്ടാൻ കല്യാണ പെണ്ണില്ല. എങ്ങനെയുണ്ട്? അത് പണ്ട് പ്രിയങ്ക കളിച്ച് തോറ്റ കളിയാ. എന്നാൽ ഐഡിയ ഒക്കെ കൊള്ളാം, സംഗതി എളുപ്പമാണ്. പക്ഷേ പഴി മുഴുവൻ അവസാനം കല്യാണിയുടെ തല്ലിലാവും വരും. കല്യാണി ബോധപൂർവം കിഡ്നാപ്പിന് നിന്ന് എന്ന് ആക്കി തീർക്കും നമ്മുടെ ഇളയമ്മ. അതോടെ കല്യാണിയുടെ സ്ഥാനം തൃച്ചംബരത്തിന് പുറത്താവും ചെയ്യും. ഓ, അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ചന്ദ്രനെ അങ്ങ് പൊക്കിയാലോ? അവനാവുമ്പോ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നൊരു വശം കൂടിയുണ്ട്. അത് ശരിയാ. പക്ഷെ അതിനു മുമ്പേ അവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയണം. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാനുള്ള കാര്യം. എന്ത് ചെയ്യും? ചന്ദ്രന്റെ ഉള്ളിലിരിപ്പ് പുറത്തു കൊണ്ടുവരാൻ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കാനുള്ളത് നിറച്ചു കൊടുത്താ പോരെ? അവന്റെ മോന്തായം കണ്ടാലറിയാം നല്ല കീറാന്ന്. അത് കറക്റ്റ്. അങ്ങനെയാണെങ്കിലേ ചന്ദ്രനായിട്ട് നമ്മളിന്ന് കൂടുന്നു. ചന്ദ്രന് വേണ്ടി ഒരുക്കുന്നൊരു മദ്യസൽക്കാരം. ഓക്കെ, എന്നാ പിന്നെ സുബ്ബണ്ണം വിട്ടോ, ഇവിടുത്തെ അറേഞ്ച്മെന്റ് ഞാൻ ഏറ്റു. ഓക്കെ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോനെ. കല്യാണി, മാഡം നീ ആഹാരം വിളമ്പണ്ട.